നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഔട്ട്ഡോർ ഗാർഡൻ ലാമ്പ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ ഓൾറെഡി 2 കണക്ഷൻസ് ഈ മതിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കണക്ഷൻസിലാണ് നമ്മൾ ഈ 2 ലാമ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 2 PVC പൈപ്പ്, അതായത് 2 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പ് 1 മീറ്റർ കട്ട് ചെയ്തത് 50-50 ആക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പായിട്ട് വരുന്നത്. ഈ PVCയുടെ ഒരു എൻഡ് നമ്മളിവിടെ കണക്ട് ചെയ്യും. പിന്നെ ഈ ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വയർ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ജോയിൻ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളത് കട്ട് ചെയ്തിട്ട് 2 കണക്ഷൻസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഹോൾഡർ നമ്മൾ നോർമൽ ഹോൾഡർ തന്നെയാണ്, സാധാരണ വീട്ടിലിടുന്ന ബൾബിൻ്റെ ഹോൾഡർ തന്നെയാണ്. പിന്നെ ഒരു ടോപ്പ് ഇതിനകത്തുണ്ട്. ഈ ലാമ്പിൻ്റെ തന്നെ കൂടെ കിട്ടുന്നതാണ് ടോപ്പ്. അപ്പോൾ ഈ ലാമ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലിടുന്ന LED ബൾബ് തന്നെ ഇതിനകത്ത് ഇടാൻ പറ്റും. സാധാരണ ചിലവ് കുറഞ്ഞത് LED ബൾബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് LED ബൾബ് തന്നെ ഇതിനകത്ത് ഇടാം. ഇത് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ഹോള് ഇതിനകത്തുണ്ടാവും. അതിൽ നമ്മൾ ഈ ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്ന സ്ക്രൂ അഴിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. നെട്ടും ബോൾട്ടുമാണ് ഉണ്ടാവുക. ആ നെട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യണം. ഈ രീതി തന്നെയായിരിക്കും സാധാരണ ഔട്ട്ഡോർ ലാമ്പുകൾ വരുന്നത്. നമ്മളെ കടയിലൊക്കെ മീഡിയം കിട്ടുന്ന ലാമ്പുകളൊക്കെ ഈ രീതി തന്നെയാണ് വരുന്നത്. അപ്പോൾ നെട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. ഒരു റബ്ബർ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് വെള്ളം അകത്തോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ കോട്ടിംഗ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് 2 കണക്ടേഴ്സ്. അതായത് 2mm പൈപ്പിനെ ജോയിൻ ചെയ്യുന്ന 2 കണക്ടേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജോയിനർ വെച്ചിട്ടാണ് നമ്മൾ ആ ലാമ്പിൻ്റെ ഹോളിലോട്ട് കടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ PVC പൈപ്പിലേക്ക് ഈ ജോയിനർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 PVC പൈപ്പിലേക്കും 2 ജോയിനർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറിനകത്ത് കൂടെയാണ് നമ്മൾ വയർ ഇടാൻ പോകുന്നത്. PVC പൈപ്പിന് മാച്ച് ആവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് വയർ കയറ്റിയിട്ടാണ് നമ്മൾ ആ PVCക്കകത്ത് കടത്താൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആ 2 ജോയിൻറ്റും ഇവിടെ ലാമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ഹോളാണ്. അതായത് 3 സ്ക്രൂ ഉണ്ട്. ഈ 3 സ്ക്രൂ ടൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ PVC പൈപ്പിനകത്ത് ഈ ലാമ്പ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 സ്ക്രൂ കയറാനായിട്ട് നമ്മൾ 3 ഹോൾസ് ഇതിനകത്ത് ഇടണം. തൽക്കാലം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവർ ചൂടായിക്കൊണ്ട് നമ്മൾ ഈ PVC പൈപ്പിനകത്ത് കിടത്തിയിട്ട് ഹോൾസ് ഇടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഹോൾസ് എല്ലാം ഇട്ടതിന് ശേഷം അത് ടൈറ്റ് ചെയ്തിട്ട് ഈ വയേഴ്സ് എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സിബിൾ പൈപ്പിനകത്ത് വയർ ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് കയറ്റി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്ങിനായിട്ട് ഇവിടെ ചെറിയൊരു ടിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ബ്ലാക്ക് 2 ടൈപ്പ് പെയിൻറ്റിംഗ് ഉണ്ട്. അതായത് ഒന്ന് സാധാരണ തിളങ്ങാത്ത പെയിൻറ്റിങ്ങും തിളങ്ങുന്ന പെയിൻറ്റിങ്ങും. നമുക്കിതിന് നല്ലത് തിളങ്ങുന്നതാണ്. തിളക്കമുള്ള ബ്ലാക്ക് പെയിൻറ്റിന് നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഈ PVC പൈപ്പിനെ മേളിൽ കൂടെ പെയിൻറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യുക. ഇവിടെ ചെറുതായിട്ട് എയർ ഗ്യാപ്പ്, അതായത് കുമിളകൾ പോലെ വരും. അത് നോർമലി ഒരു 5-6 മിനിറ്റിന് ശേഷം അത് നോർമൽ ആയിക്കോളും. ചേരം മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് തന്നെ ആ എയർ ഗ്യാപ്പ് എല്ലാം പോയിട്ട് ഫില്ലായിക്കോളും. നല്ല തിളക്കം വരികയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ വെക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഒരു പൈപ്പ്, സാധാരണ നോർമൽ പൈപ്പ് നമ്മൾ കുത്തി ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് മണ്ണിലേക്ക്. അത് അതിൻ്റെ മേളിൽ കൂടെ ഈ പൈപ്പ് വെക്കുമ്പോഴാണ് അത്യാവശ്യം സ്ട്രെങ്ത് കിട്ടുന്നത്. മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഫ്ലെക്സിബിൾ പൈപ്പ് നമ്മൾ ഈ ഫ്ലെക്സിബിൾ പൈപ്പിൻ്റെ അറ്റത്തുള്ള വയർ നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ മെയിൻ വരുന്ന കണക്ഷനിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ പുല്ല് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർമലി കണക്ഷൻ കൊടുത്തപ്പോൾ ഈ ബൾബ് കത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഔട്ട്ഡോർ ലാമ്പിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ PVC തന്നെയാണ് യൂസ് ചെയ്യുന്നത്. PVC അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്, തുരുമ്പ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് രാത്രിയുള്ളൊരു വ്യൂ ആണ്.